മോളിലുള്ള പിള്ളേരെ നീ വിളിച്ചോ, ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. കാശ് വെച്ചാണെന്ന് പറയണം. ഇല്ല, ഞാൻ ഏറ്റു. എടാ ജെയിംസേ, എടാ ജെയിംസേ, എടാ ഊളം ജെയിംസേ, വാ. സിനിമ മറ്റവൻ എവിടെ? രാജുവിന്റെ മുറിയിൽ. വാടൻ പൂട്ടി പൂട്ടി. വാ തുടങ്ങുന്നേ. ആ തുടങ്ങാം. നിനക്കൊക്കെ വേണ്ടി വളരെ പാടുപെട്ടായി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലേ ഒന്ന് വേഗം ശരിയാ. നീ കയറ്റി വിട്ടോടാ. എല്ലാം മര്യാദ. ശരി. പടം കണ്ടേച്ച് വാടന്റെ അടുത്ത് വല്ല ചെന്ന് പറഞ്ഞ നിന്റെയൊക്കെ അവസാനമായിരിക്കും. ഇല്ല എന്നോടൊന്നും തോന്നരുത് കേട്ടാ. അയ്യോ കാലക്കി. എടുക്കട 5 രൂപ. എന്റെ അളിയാ അത് അവന്മാരെ നമ്മളെ പറ്റിച്ചാണോ? ഇത്ര വൃത്തികെട്ട സിനിമയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തൊലി പൊള്ളിപ്പോയി. അച്ചോ, ഈ ആണും പെണ്ണും കൂടെ ഒരുമാതിരി. അല്ലച്ചോ, ഈ തിയേറ്ററിൽ പോയി കിടന്ന് തള്ളി സിനിമ കണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങള്. അത് മാത്രമല്ല അച്ചോ, തച്ചോളി അമ്പൂന്ന കാസറ്റിൽ എഴുതിയിരുന്നത്. ഒക്കെ കാണാലോ എന്ന് കരുതി കാസറ്റ് ഇട്ട് നോക്കിയപ്പോഴാ വേറെ ടൈപ്പ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി മേലാലി ഇത്തരക്കാർക്കുള്ള സ്ഥലം എവിടെയാണെന്ന് അറിയോ? ഇല്ല. ആർക്കും അറിയില്ലേ? എനിക്കറിയാം. എന്തിനാടാ പേടിക്കുന്നത്? നമുക്ക് കുട്ടപ്പാച്ചാനെ പോയി കാണാം. അച്ചായം പണ്ട് കൂപ്പലേലത്തിന് പോയി പണിക്കര ആൾക്കാരുമായിട്ട് അടിയും തല്ലും ഉണ്ടാക്കി നിലം തൊടാകുന്നപ്പോ നമ്മൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാ. ഇന്ന് നമുക്കൊരാപത്ത് വന്നപ്പോ സഹായിക്കാനുള്ള ധാർമ്മിക ബാധ്യത അങ്ങേർക്കുണ്ടോ? വാ. ഇതാരാ ഇത്? മാത്തപ്പനോ? മലബാറിൽ നിന്ന് എപ്പോഴാ വന്നേ? അപ്പച്ചായത് ഞാനാ, കുട്ടപ്പായി. കണക്കുകൊണ്ടുവന്നിട്ടുണ്ട്. സന്ധ്യയായാ പിന്നെ ആളും തരവൊന്നും തിരിച്ചറിയാൻ മേല. ആകെ ഒരു മൂടലാ. അപ്പച്ചനെ ആ ഐ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കണം. ആ ഗ്ലാസിന്റെ പവർ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഇപ്പൊ ഈ കണക്ക് പുസ്തകം കൊടുക്കുമ്പോ കണ്ടോ, എല്ലാം കറക്റ്റ് ആയിട്ട് ഫോക്കസ് ആവും. അവനവന്റെ മുതല് അവനവൻ തന്നെ കട്ടു തിന്നുന്ന തരത്തിലുള്ള മക്കളുണ്ടായാല് എല്ലാം താനെ ഫോക്കസ് ആകുവാടാ. ഈ അപ്പച്ചനെ കെവിയേക്കാൻ പാടെന്നൊക്കെ പറയുന്നത് വെറും പുളൂസാ. കണക്ക് പുസ്തകം എല്ലാം ഇങ്ങനെ കൊണ്ടുപോടാ. ഓ, മോളെ, എന്തോ കുട്ടപ്പായി എന്ത് ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് കണക്ക് നോട്ടോ അമ്മച്ചി. എന്റെ മാതാവേ, എന്നൊരു പുകയിലായിരിക്കും. ഇതേതാടാ ഈ ഈട്ടിത്തടി? 4200 കണ്ടിയുള്ള ഈട്ടിത്തടി എവിടെടാ നമ്മുടെ മില്ലില്? അത് അപ്പച്ചാ മില്ലിന്റെ കിഴക്കേ മൂലയ്ക്ക് കിടപ്പുണ്ട്. മില്ലിന്റെ കിഴക്കേ മൂല കിടക്കുന്ന കുറെ കുശിത്ത തെങ്ങും തടിയല്ലേ? എനിക്കിതാ പിടിക്കാത്തത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്റെ മുതൽ ഞാൻ തന്നെ കക്കു അപ്പച്ചാ. അത് തന്നെയാടാ കുരുത്തം കെട്ടവനെ ഞാനും ചോദിക്കുന്നത്. ഒന്നിയിൽ അങ്ങനെ ഒരു തടി മില്ലിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നീ അത് വിഴുങ്ങി. അതിന്റെ കാശ് ഈ ബുക്കിലില്ല. അപ്പച്ചാ ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാന് നിന്റെ പേര് കണക്കെഴുതാൻ പോവാ.
കുട്ടപ്പായി പറ്റ് മോളിക്കുട്ടിയെ 25,000 അതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. രൂപ. എന്താ? കുട്ടപ്പായച്ചാനുണ്ടോ? എന്തിനാ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടിയോ? ഈ തടി ആ തടിയും കൂടെ ചേർത്തുള്ള വിലയാ ഈ തടി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഈ തടി ആ ഹോസ്റ്റലിലെ പിള്ളേരാ എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ടാ. ഹോസ്റ്റലിൽ എന്നാ കുഴപ്പം? എന്നതാടാ ഹോസ്റ്റലില്? അയ്യോ ഒരു കുഴപ്പമില്ല. വാ. കൊച്ചു പിള്ളേരുമായിട്ടൊരു കമ്പനി നാണമില്ലല്ലോ. അച്ചായന്റെ ബലത്തിൽ അവന്മാര് കിടന്ന് കളിക്കുന്നത്. പള്ളിയിൽ ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. ഇവന്മാര് കാരണം പെമ്പിള്ളേർക്ക് കോളേജിൽ പോകാൻ വയ്യാതിരിക്കുക. നീ ഒന്ന് പൊടി കൊടുന്നു. ഞാൻ പറയാനുള്ളൂ പറഞ്ഞു. ഇനി അച്ചായന്റെ ഇഷ്ടം. ഓ എന്താടാ പതിരാക്കി വെട്ടിങ്ങടൊക്കെ കേട്ടു? എന്തുവാടാ ഹോസ്റ്റലിൽ പ്രശ്നം? കുട്ടപ്പായി ഇതിൽ ഇടപെടരുത്. ഞാനിത് കോളേജ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. ഇതിപ്പോ പലതവണയായി. ഇതിനു മുമ്പും കുട്ടപ്പായി വന്ന് പറഞ്ഞ് പലതും ഇവന്മാർക്ക് വേണ്ടി ചെയ്തു. ഇനി വയ്യ. അയ്യോ അങ്ങനെ പറയരുത് അച്ചോ. ഓ നമ്മളൊക്കെ മുടിവെട്ടുന്നത് എവിടെയാ? ബാർബർ ഷാപ്പില്. ഇവന്റെ ഒക്കെ മുടിവെട്ടുന്നത് എവിടെയാണെന്ന് അറിയോ? പോലീസ് സ്റ്റേഷനിൽ. എന്റെ മാത്രമല്ല അച്ചോ, എന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെയും വെട്ടി. കേട്ടല്ലോ. ഓണം ഈ പ്രാവശ്യത്തെ കൂടെ അച്ഛനൊന്നും ക്ഷമിക്കണം എനിക്ക് വേണ്ടി. വയ്യ കുട്ടപ്പായി. ആഭാസയിത്ത പ്രദർശനം, വേശ്യാസംസർഗം, മുച്ചിട്ടുകളി, പന്നിമലത്ത് ഇതൊന്നും ഇവിടെ പറ്റില്ല. ഒരു അൽമായനായ വാർഡനായിരുന്നെങ്കിൽ കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കായിരുന്നു. ഞാനൊരു പുരോഹിതനാണ്. എനിക്ക് ചില കടമകളും ചില വീക്ക്നെസ്സുകളും ഉണ്ട്. ഇല്ല ഉണ്ട്. ഉണ്ട്. ഇങ്ങനത്തെ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. എന്തിനാ ഞാൻ നോണ പറയണേ? ഒറിജിനല. ചില കുപ്പിയിൽ അവന്മാര് സിറിഞ്ച് വെച്ച് ചില പണികൾ ഒപ്പിക്കും. സംഗതി ഒറിജിനല. അച്ചടക്കം അതായിരിക്കണം ഈ ഹോസ്റ്റലിന്റെ മുഖമുദ്ര. Behave very decently and properly in and outside the hostel. Okay? Okay, father. Okay? Okay, father. Okay. പക്ഷെ സാധനം ഒറിജിനല്ല. കുത്തില്ല. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ചായു. നിന്നെ കൊണ്ടൊക്കെ തോറ്റല്ലോടെ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതിനൊക്കെ ഒരു ഒളിയും മറവൊക്കെ വേണ്ടേ? ഞങ്ങൾ പൂട്ടിയിട്ടിട്ട് ഏതാ അച്ചായ? 2 ബുദ്ധിജീവി കഴിവുറവാക്കളൊന്നും തുറന്നു കൊടുത്ത് അവന്മാരെ കിട്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നാളെ ഒരു ചെറിയ പരിപാടിയുണ്ട്. നിന്നെ ഒക്കെ ഞാൻ പ്രയോജനപ്പെടുത്താൻ പോവാ. എന്താ സംഭവം? അതൊക്കെ നാളെ പറയാം. വെറുതെ സസ്പെൻസ് ഉണ്ടാക്കാതെ പറയാച്ചായ. ഒന്നുമില്ലടാ. നിങ്ങളുടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ വക ഒരു ശ്രമദാനം വേണം. അതിന് ഞങ്ങളൊന്നും അതിൽ മെമ്പർ അല്ലല്ലോ അച്ചായ. അവിടെ ഒന്നില്ല. നീ വാ വാ. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നമ്മൾ പലപ്പോഴും പുച്ഛിച്ചു തള്ളുന്ന ഈ യുവതലമുറ ഇന്നിവിടെ നാട്ടുകാർക്ക് മുഴുവൻ മാതൃകയായി തീർന്നിരിക്കുകയാണ്. ആത്മാർത്ഥ സേവനത്തിന്റെയും കർമ്മോത്സുകതയുടെയും പര്യായമായ ഈ വിദ്യാർത്ഥികൾ ഇന്നിവിടെ വെട്ടാൻ പോകുന്ന ഈ വഴിയുടെ പ്രത്യേകത ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആർക്കും മനസ്സിലായെന്ന് വരില്ല. ഒരുപക്ഷെ ഇന്ന് കുറച്ച് മരങ്ങൾ ചിലക്ക് നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ നാളെ ഈ വഴി കൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രയോജനം കാലത്തിന് മാത്രമേ നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. ഈ ശ്രമദാനത്തിന്റെ പ്രത്യേകത അംഗങ്ങളല്ലാത്തവർ പോലും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ദേവമാതാ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ രാജു, അലക്സ്, പാലുണ്ണി, അനിൽ എന്നിവരെ അനുമോദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ശ്രമദാന മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം
ഞാൻ നിർവഹിക്കുകയാണ്. എവിടെ? എല്ലാവരും ആഞ്ഞ് പണിതുകൊണ്ടിരിക്കുക. ഇപ്പൊ മരം വെട്ടിയാൽ ആരും അറിയത്തില്ല.